നമസ്കാരം. ഞാൻ ജിഷ്ണു ഭാസ്കരൻ നമ്പൂതിരി. ഇപ്പോൾ ഒരുപാടായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത് നിരന്തരമായിട്ടെന്ന്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഓർത്താണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാഹ്യ ഘടകങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിരിക്കും. എന്നാൽ നമുക്ക് ജീവിതം അങ്ങോട്ട് പരാജയമാണ്. എത്ര വർക്ക് ചെയ്തിട്ടും മുന്നേറാൻ സാധിക്കുന്നില്ല. മനസ്സിനെ പുറകോട്ട് വലിയാണ്. അല്ലെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പുറകോട്ട് വലിച്ചാൽ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ പലരും പറയും എനിക്ക് രാജയോഗം ഉണ്ട്, അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ടെന്ന് പറയും. എത്ര യോഗങ്ങളുണ്ടെങ്കിലും ആ ദശാ അപഹാര കാലങ്ങളിൽ മോശമായ സമയങ്ങൾ വരിക, അതുപോലെ തന്നെ ശനി കഠിനമായ ദോഷഫലം തരുന്ന ആ ഡിഗ്രി വളരെ കൂടുതലാണ് ചില ശനിദോഷങ്ങൾക്ക്. അഷ്ടമശനി, അതുപോലെയുള്ള ഇപ്പോൾ നടക്കുന്ന ഏഴര ശനി പോലെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ ചില സഞ്ചാരങ്ങൾ അത് മനസ്സിനെ വല്ലാണ്ടിട്ട് കുലുക്കും. മനസ്സിന് അസ്വസ്ഥതകൾ, ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ സമയത്ത് വരാനുള്ള സാധ്യതകളുണ്ട് ജ്യോതിഷവിധി പ്രകാരം. ഇതിനെ താന്ത്രികമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ പല രീതിയിലുള്ള ദുഷ്ടശക്തികളുടെ പ്രഭാവം കാരണം, അതായത് നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എതിര് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന മൂലമോ പ്രവൃത്തികൾ മൂലമോ, അതായത് എന്തെങ്കിലും ചെയ്തു ദോഷങ്ങൾ വഴിയും നമുക്കിപ്പോൾ നല്ല സമയമാണെങ്കിൽ പോലും ഈ ദുഷ്ടശക്തികളുടെ ആ പവർ കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധിക്കും. അത് വേണ്ട വിധം ജ്യോതിഷവിധി പ്രകാരം ചിന്തിച്ച് എന്തെങ്കിലും ഈ ശത്രുദോഷ ബാധകദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ് ഒരു പരിഹാരം. പിന്നെ നിരന്തരമായി നമ്മുടെ നാമജപം, അത് ഏത് മതത്തിലായാലും അതാത് രീതിയിൽ, ഇപ്പം മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ അവരുടേതായ ദുആ ചെയ്യുകയും മറ്റ് യാസിൻ ഫാത്തിഹ കാര്യങ്ങളും, ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ അവരുടേതായ പ്രാർത്ഥനകളും, ഹൈന്ദവ രീതിയിലാണെങ്കിൽ നമ്മുടേതായ ആ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ ധർമ്മദൈവ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒന്നെങ്കിലും മിനിമം ഒന്ന് പോയി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. കൂടുതലായിട്ട് പ്രശ്നം വന്നാൽ മാത്രം ഒരു ജ്യോത്സ്യനെ കണ്ട് അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ യഥാവിധി താന്ത്രിക വിധിപ്രകാരം ചെയ്താൽ നമുക്ക് ഭാവിയിലേക്ക് വളരെ വിജയിച്ച് മുന്നേറാൻ സാധിക്കും.